തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 91 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്ന, ദൈവത്തിൻ്റെ കാവലിൽ വസിക്കുന്ന, ദൈവത്തിൻ്റെ സൂക്ഷിപ്പിൽ വസിക്കുന്ന ഒരു ദൈവ പൈതൽ യാതൊന്നിനെയും ഭയപ്പെടണ്ട എന്ന് പറയുന്ന ഒരു വചനമാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനുണ്ട്, രാത്രിയിലെ ഭയമുണ്ട്. ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പിൽ പാർക്കുന്നൊരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്നാണെന്നറിയാമോ? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു ശക്തിയും നിന്നോട് അടുത്തു വരത്തില്ല. ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്ര നാം പഠിക്കുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ അവരെത്തുമ്പോൾ തൊട്ടുപുറകെ ഫറവോൻ വരികയാണ്. അവിടെ വായിക്കുക, ദൈവത്തിന്റെ സൈന്യത്തിന് മുമ്പിൽ നിന്ന് ദൂതൻ അവരുടെ പുറകിൽ വന്നു. എന്നിട്ട് അവിടെ എഴുതി, മുമ്പിൽ നിന്ന മേഘസ്തംഭവും പിറകിൽ വന്നു. ഇസ്രായേലിയ സൈന്യവും മിസ്രൈമിയ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ആ ദൈവത്തിന്റെ സംരക്ഷണം അതിന്റെ മധ്യത്തിൽ വന്നു. ഒരു രാത്രി മുഴുവൻ സർവശക്തി ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടും ഇസ്രായേലിയ സൈന്യത്തെ അവർക്ക് തൊടുവാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. ശത്രു എത്ര പ്രബലനാണെങ്കിലും നീ ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്താണ് പാർക്കുന്നതെങ്കിൽ നിന്നോട് ആക്രമിക്കാൻ വരുന്നവൻ, സ്തോത്രം, ഒരു വശത്ത് 1000 മറുവശത്ത് 10,000 പേരും വീഴാം, അവൻ നിലനിൽക്കുകയില്ല, അവൻ വീഴും. എന്നാൽ ഇവിടെ ഉറപ്പ് തരിക, എന്നാൽ ഒന്നും നിന്നോട് അടുത്തു വരികയില്ല. കാരണം നീ അത്യുന്നതന്റെ മറവിലാണ്. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ കർത്താവിന്റെ ചിറകിന്റെ കീഴിലാണ്. അവന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചിരിക്കുക. അതുകൊണ്ട് രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനോ നിനക്ക് പേടിപ്പാനില്ല. നാം ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പാപം, പിശാച് എന്നീ ഒരു ശക്തിക്കും തൊടാൻ വയ്യാതെ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്, സൂക്ഷിപ്പിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.